Dear friends, welcome to Historia. Historia Career Guidance ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ അറിവ് സമ്പാദിക്കാൻ താല്പര്യമുള്ള ആളുകളാണോ? നിങ്ങൾ അറിവ് പകർന്നു കൊടുക്കാൻ താല്പര്യമുള്ള ആളുകളാണോ? എങ്കിൽ നിങ്ങൾക്ക് ഇണങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോബാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അറിവ് നേടുക, അതോടൊപ്പം അറിവ് മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക, അതോടൊപ്പം തന്നെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു സ്കില്ല് കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അറിയുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായി നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ആ ഇൻഹെറിൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ല് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇണങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല ഒരു ജോബാണ് ഇത് ടീച്ചിങ് എന്നത്. ടീച്ചിങ് എന്ന പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒരുപാട് ആളുകൾ തിരഞ്ഞെടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രൊഫഷൻ തന്നെയാണ് ഇത് ടീച്ചിങ് എന്ന് പറയുന്നത്. അതിന് പല കാരണങ്ങൾ പറയുന്നത്. പ്രധാനമായിട്ടും ഒന്ന് രണ്ട് കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇറ്റ് ഈസ് ഹൈലി സാറ്റിസ്ഫൈഡ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് പ്രൊഫഷൻ ആണെന്ന് പറയുന്നത്. ഹൈലി സാറ്റിസ്ഫൈഡ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് പ്രൊഫഷൻ ആണെന്ന് പറയുന്നത്. ഹൈലി സാറ്റിസ്ഫൈഡ് എന്ന് പറയുന്നത് മറ്റ് ജോലികളിൽ നിന്നുള്ള പ്രഷറുകൾ വളരെ കുറവാണെന്ന് പറയും. എന്നുവെച്ചാൽ പൊളിറ്റിക്കൽ പ്രഷർ, രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദമോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരുടെ പ്രഷറുകളോ തുടങ്ങിയതൊക്കെ വളരെ കുറവ് അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് ഇതിൽ പറയാം. ടീച്ചിങ്ങിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിച്ച സബ്ജക്റ്റ്, നമ്മൾ പഠിച്ച വിഷയങ്ങൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കലായുള്ള ഇന്റർഫയറൻസോ പൊളിറ്റിക്കലായുള്ള പ്രഷറുകളോ അല്ലെങ്കിൽ മേലധികാരികളുടെ പ്രഷറോ വളരെ കുറവുള്ള ഒരു പ്രൊഫഷൻ കൂടിയാണ് ടീച്ചിങ് എന്ന്. പ്ലസ് അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റിംഗ് കൂടിയാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ, നമ്മളൊരു അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിക്കുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യം. അതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു സ്കില്ലാണ്, ജെന്യൂൻ ആയിട്ടുള്ള ഒരു സൈക്കോളജി കൂടിയാണ്. നമുക്കറിയാം നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ പഠിക്കില്ലെങ്കിലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ടീച്ചിങ് എന്നുള്ള ഒരു ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു പ്രൊഫഷൻ കൂടിയാണ് ഈ പറയുന്ന ടീച്ചിങ്. അപ്പോൾ ഒന്ന് ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്, അതോടൊപ്പം പ്ലസ് അത് ഇൻട്രസ്റ്റിംഗ് കൂടിയാണ്. ദെൻ സെക്കൻഡ് വൺ, അക്വയറിംഗ് നോളജ് ബൈ ടീച്ചിങ് ആൻഡ് സ്റ്റഡിങ് എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ട്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട്, നമ്മൾ പഠിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് അറിവ് സമ്പാദിക്കുന്നുണ്ട്. ടീച്ചിങ് പ്രൊഫഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അത്. മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് പഠിക്കുന്നു എന്നാണ്. നമ്മൾ ഒരുപാട് പഠിച്ചതിന് ശേഷമേ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഒരേ സമയം തന്നെ പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുള്ള ഒരുപാട് അറിവ് സമ്പാദിക്കാനുള്ള ടീച്ചിങ് പ്രൊഫഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവാണ് എന്ന കാര്യമാണ്. ദെൻ തേർഡ് വൺ, മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഹൈലി റെപ്യൂട്ടഡ് ആൻഡ് റെസ്പെക്റ്റഡ് പ്രൊഫഷൻ ഇൻ സൊസൈറ്റി. സമൂഹത്തിൽ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള, വളരെ മാന്യമായിട്ടുള്ള, ബഹുമാന്യ പദവി അറിയിക്കുന്ന ഒരു പ്രൊഫഷൻ കൂടിയാണ് ടീച്ചിങ്. എല്ലാവരും വളരെ ബഹുമാന്യ പദവി കാണുന്ന, വളരെ ബഹുമാനത്തോടെ പെരുമാറുന്ന അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും, കുട്ടികളാണെങ്കിൽ പോലും, അവരുടെ പാരൻസ് ആണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും എപ്പോഴും വളരെ ബഹുമാനത്തോടെ കാണുന്ന ഒരു പ്രൊഫഷനാണ് ടീച്ചിങ് എന്ന്. ഫോർ എക്സാമ്പിൾ അതിന് ഒരുപാട് ഭാഗത്തുണ്ട്. ഫോർ എക്സാമ്പിൾ എന്നെ കുറിച്ച് അറിയാം. ഞാനൊരു 10-16 വർഷത്തോളമായിട്ട് ടീച്ചിങ് പ്രൊഫഷനുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളെ, ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചു തീർക്കുമ്പോൾ എനിക്കറിയാം ആ പ്രൊഫഷനിൽ കിട്ടുന്ന ഒരു പ്രൗഡ്നെസ് എന്ന് പറയുന്നത്. സൊസൈറ്റിയിലും കാണുന്ന ആളുകൾ നമ്മളെ കാണുന്നത് എങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ കൂടിയാണ് ടീച്ചിങ് എന്ന് പറയുന്ന സംഭവം. എന്നാൽ ഗെറ്റിംഗ് ലോട്ട് ഓഫ് എന്തായിരിക്കും? ഗെറ്റിംഗ് ലോട്ട് ഓഫ് ഹോളിഡേയ്സ്. ഒരുപാട് ഹോളിഡേയ്സ് കിട്ടുന്നു. മറ്റെല്ലാ ജോലികളിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ ഹോളിഡേയ്സ് കിട്ടുന്ന ഒരു ജോബാണ് അത് ടീച്ചർ എന്ന്. കലണ്ടറിൽ കാണുന്ന എല്ലാ റെഡുകളും കിട്ടും, അല്ലെ? കലണ്ടറിൽ കാണുന്ന എല്ലാ റെഡുകളും, ഇൻക്ലൂഡിങ് ശനി ഉൾപ്പെടെ എല്ലാ റെഡുകളും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഹോളിഡേയ്സ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ വെക്കേഷൻസ്, അതും ഹോളിഡേയ്സ് ആണ്, സാലറി പോകുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ ഒരുപാട് മറ്റ് ജോലികളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ ഹോളിഡേയ്സ് കിട്ടുന്ന ഒരു പ്രൊഫഷൻ കൂടിയാണ് ഏത്? ടീച്ചിങ് എന്ന് പറയുന്നത്. വെച്ചാൽ ജോലി എടുക്കാതെ സാലറി വാങ്ങാന്നുള്ള അർത്ഥത്തിലല്ല, മറ്റ് ജോലികളെ കമ്പയർ ചെയ്തുകൊണ്ട് ഹോളിഡേയ്സ് കിട്ടുന്ന ഒരു പ്രൊഫഷനാണ് ടീച്ചിങ്. ദെൻ ഫിഫ്ത്ത് വൺ, അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഹൈ അട്രാക്റ്റീവ് സാലറി എന്നാണ്. ഹൈ അട്രാക്റ്റീവ് സാലറി, ഒരു സംശയം വേണ്ട. കേന്ദ്ര ഗവൺമെന്റ് സ്കൂളുകളാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് സ്കൂളാണെങ്കിലും, കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ നിന്നാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് കീഴിൽ നിന്ന് വളരെ ഹൈ ലെവലുള്ള സാലറി, നല്ല സാലറി കിട്ടുന്ന ഒരു വിഭാഗമാണിത് ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾ നോക്കിയാൽ മതി. LP ടീച്ചർ ആണെങ്കിലും, ഹൈസ്കൂൾ ആണെങ്കിലും, ഹയർ സെക്കൻഡറി, ദെൻ കോളേജ് ലെവലിലേക്കാണെങ്കിലും നമുക്കറിയാം, UGC സ്കെയിലൊക്കെ നമുക്കറിയാലോ. അപ്പോൾ അത്രയും ഹൈ ലെവലായിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള അട്രാക്റ്റീവ് സാലറി ചെയ്യുന്നുണ്ട് ടീച്ചിങ് പ്രൊഫഷൻ. അപ്പോൾ ഈ കാരണം കൊണ്ടാണ് പൊതുവെ ടീച്ചിങ് എന്നൊരു മേഖല അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുള്ള പ്രധാനഘട്ടം. അപ്പോൾ നിങ്ങൾക്ക് ടീച്ചിങ്ങിനോട് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ, അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, അതോടൊപ്പം ഒരു സാറ്റിസ്ഫൈഡ് ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട് തിരഞ്ഞെടുക്കാനുണ്ടെങ്കിൽ, സമൂഹത്തിൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഹൈ സാലറി അട്രാക്റ്റീവ് സാലറി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അറിവ് നേടുക, അറിവ് സമ്പാദിക്കുക, മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു പ്രൊഫഷനാണത് ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഈ ടീച്ചിങ് പ്രോസസ്സ് നോക്കാം. പ്രധാനമായിട്ടും നമ്മൾ നഴ്സറി ടീച്ചറാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറയുന്നത്, അല്ലേ?
നഴ്സറി ടീച്ചറിന്റെ യോഗ്യത എന്നുള്ളത് ഇപ്പൊ നിങ്ങളുടെ പഠനം കഴിഞ്ഞ് നിങ്ങൾക്ക് നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ NTT പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നഴ്സറി ടീച്ചർ ആകാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നഴ്സറി ടീച്ചർ ആകാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 യോഗ്യതകൾ പ്രധാനമായിട്ട് നമുക്ക് അതിൽ കണക്കാക്കാം. ഒന്ന് +2 നിങ്ങളുടെ പഠനം, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് NTT സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ്, അതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്. ക്ലിയർ ആണല്ലോ? ഇതാണ് നഴ്സറി ടീച്ചർ എന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ലോവർ പ്രൈമറി അല്ലെങ്കിൽ LP സ്കൂൾ ടീച്ചറാണ്. നമുക്കറിയാം, നമ്മൾ ചുറ്റുപാട് കാണുന്നതാണ് അല്ലെ, LP സ്കൂൾ ടീച്ചറാണ്. ഇതിന് വേണ്ട യോഗ്യത എന്താണ്? നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ +2 അല്ലെ, +2 യോഗ്യത 45% അഗ്രിഗേറ്റ് മാർക്കാണ്. +2ന് 45% മാർക്ക്, +2ന് 45% മാർക്ക് വേണം. പ്ലസ് എന്തുകൂടി വേണം? TTC അറിയാം, 2 വർഷത്തെ TTC കോഴ്സാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ +2ന് 45% മാർക്കും പ്ലസ് എന്തുകൂടി വേണം? TTC കൂടി വേണം. ഇനി TTC ഇല്ലെങ്കിൽ പകരം വയ്ക്കാവുന്നതാണ് ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്. ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്. ഈ 2 സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് ഈ കോഴ്സ് 2 കോഴ്സുകൾ അതാണ് സർട്ടിഫിക്കറ്റ് എന്ന 2 കോഴ്സുകൾ. ഈ 2 കോഴ്സുകൾ നിങ്ങൾക്ക് TTCക്ക് പകരം വയ്ക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് LP ടീച്ചേഴ്സ് ആകാം. പ്ലസ് അതിന്റെ കൂടെ എന്തുണ്ട്? നമ്മുടെ കേരള ഗവൺമെന്റ് നടത്തുന്ന CAT 1 കൂടി നിങ്ങൾ പാസ്സാവണം. കേരള ടീച്ചിങ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന CAT 1 ഉണ്ട്, CAT 2 ഉണ്ട്, CAT 3 ഉണ്ട്. LP UP ഹൈസ്കൂൾ നിലവാരത്തിൽ CAT 1, CAT 2, CAT 3 ഇത് 3 പാസ്സാവും, ഓരോന്നിനും പാസ്സായിരിക്കണം. അപ്പൊ ഇതാണ് LP സ്കൂളിന്റെ ടീച്ചേഴ്സ് ആവാനുള്ള യോഗ്യത. ഇനി രണ്ടാമത്തെ UP അപ്പർ പ്രൈമറി, നമുക്കറിയാം അപ്പർ പ്രൈമറി 5 മുതൽ 5th സ്റ്റാൻഡേർഡ് മുതൽ ഏതുവരെ 7ാം ക്ലാസ് വരെ വരുന്ന, അതാണ് നമ്മൾ ഇന്നത്തെ ഘട്ടത്തിൽ നമ്മൾ അപ്പർ പ്രൈമറി UP സ്കൂൾ എന്ന് പറയുന്നത്. ഇവിടെ വേണ്ട യോഗ്യത എന്താണ്? ഇവിടെ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് BA BSc BCom അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ആകും, ഡിഗ്രി ആണ്. BA BSc BCom പ്ലസ് ഏത് കൂടി വേണം? TTC കൂടി വേണം. BA BSc BCom പ്ലസ് ഏത് കൂടി വേണം? TTC കൂടി വേണം. ഇനി TTC ഇല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏത് ഉപയോഗിക്കാം? ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. ഉപയോഗിക്കാം. അപ്പൊ ഇതാണ് UP സ്കൂൾ ടീച്ചർ ആകാൻ വേണ്ടത്. BA BSc BCom പ്ലസ് TTC, അതല്ലെങ്കിൽ എന്തുവാകാം? ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്. ഇതാണ് UP സ്കൂൾ. ഇവിടെ നമ്മൾ CAT 2 പാസ്സാകണം എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ CAT 2 നിങ്ങൾ പാസ്സാക്കണം. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന ഹൈസ്കൂളാണ്. നമുക്കറിയാം 8, 9, 10 ക്ലാസ്സുകളാണ് ഹൈസ്കൂൾ എന്നത്. ഹൈസ്കൂൾ നിലവാരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ട യോഗ്യത എന്താണ്? BA BSc BCom പ്ലസ് എത്ര ശതമാനം? BA BSc BCom എത്ര ശതമാനം? 45% മാർക്ക് വേണം. പ്ലസ് ഏത് കൂടി വേണം? B.Ed ഇൻ കൺസേൺഡ് സബ്ജക്ട്. ഹൈസ്കൂൾ നിലവാരത്തിലേക്ക് വരുമ്പോൾ കൺസേൺഡ് സബ്ജക്റ്റ് ആണ്, ഓരോ സബ്ജക്റ്റുകളാണ്. ഇംഗ്ലീഷ്, മാത്സ്, അതെങ്കിലും സയൻസ്, സോഷ്യൽ സ്റ്റഡീസ് അങ്ങനെ വരുന്നു, സോഷ്യൽ സ്റ്റഡീസ് ഇങ്ങനെ വരുന്നു. അപ്പോൾ അതേ രീതിയിൽ ഹൈസ്കൂൾ നിലവാരത്തിലേക്കും BA BSc BCom 45% മാർക്ക് പ്ലസ് ഏത് കൂടി വേണം? B.Ed കൂടി വേണം. B.Ed കൺസേൺ സബ്ജക്ട്, നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഏത് കൂടി വേണം? B.Ed കൂടി വേണം എന്ന് പറഞ്ഞു. ഇതാണ് ഹൈസ്കൂൾ നിലവാരത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ട യോഗ്യത, ഹൈസ്കൂൾ ടീച്ചർ ആകാൻ വേണ്ട യോഗ്യത. ഇവിടെ CAT 3 എന്ന സംഭവം കൂടി നിങ്ങൾ പാസ്സാവണം. പിന്നെ അതിൽ വരുന്ന വേറൊരു എക്സംഷൻ എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ആൻഡ് മാത്സ് ഈ സബ്ജക്റ്റുകൾക്ക് MSc എഡ്യൂക്കേഷൻ കൂടി ഉണ്ടെങ്കിൽ, MSc 4 വർഷത്തെ MSc എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അവർക്ക് അപ്പോൾ B.Ed വേണ്ട എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കും. അങ്ങനെ ഒരു എക്സെപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് ഹൈസ്കൂൾ നിലവാരത്തിലേക്ക്. ഇനി ഇത് കഴിഞ്ഞാൽ വരുന്ന ഹയർ സെക്കൻഡറി നിലവാരമാണ്. ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ്, നമുക്കറിയാം ഹയർ സെക്കൻഡറി ജൂനിയേഴ്സ് ആൻഡ് സീനിയേഴ്സ് ഒക്കെ ഗസറ്റഡ് റാങ്ക് വരുന്ന ഒരു ടീച്ചിങ് പ്രൊഫഷനാണ്. അപ്പോൾ ഹയർ സെക്കൻഡറി നിലവാരത്തിലാണെങ്കിൽ എന്താണ് വേണ്ടത്? ഹയർ സെക്കൻഡറി നിലവാരത്തിലാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വിത്ത് 50%. മനസ്സിലായില്ലേ? പോസ്റ്റ് ഗ്രാജുവേഷൻ MA MSc MCom അതാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ. MA MSc MCom പോസ്റ്റ് ഗ്രാജുവേഷൻ വിത്ത് 50% മാർക്കണം, 50% മാർക്കണം. പ്ലസ് എന്തുകൂടി വേണം? B.Ed കൂടി വേണം. പ്ലസ് B.Ed ഇൻ കൺസേൺ സബ്ജക്ട്, ഏത് സബ്ജക്റ്റ് ആണോ ആ സബ്ജക്റ്റിൽ B.Ed വേണം. അതുകൂടാതെ നമ്മുടെ കേരള ഗവൺമെന്റ് നടത്തുന്ന സെറ്റ് എന്ന എക്സാം കൂടി പാസ്സാണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് സെറ്റ് എന്ന് പറഞ്ഞത്. ഇതും കൂടി പാസ്സായാൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി നിലവാരത്തിൽ നിങ്ങൾക്ക് ടീച്ചർ ആകാം. ഇവിടെ എക്സംഷൻ ഉണ്ട്. ഈ സെറ്റ് പാസ്സാകാത്ത ആളുകൾ എക്സംഷൻ ഒന്ന്
നെറ്റ് പാസ്സായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ നെറ്റ് പാസ്സായവര് MPhil, MEd, PhD തുടങ്ങിയവ പാസ്സായവരെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. സെറ്റ് പാസ്സായതിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. BEd ഇല്ലാത്തവരെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഓർത്ത് വയ്ക്കുക. പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് ഓർത്ത് വയ്ക്കുക, 50% മാർക്കും. അതുകൂടാതെ പ്ലസ് അത് കൂടിയാണ് BEd വേണം. അതോടൊപ്പം തന്നെ സെറ്റ് അല്ലെങ്കിൽ നെറ്റ്, അതല്ലെങ്കിൽ MPhil, MEd, PhD ആകാം. അതല്ലെങ്കിൽ മറ്റൊരു എക്സ്പ്രഷൻ കൂടി പറയുന്നത് 10 years എക്സ്പീരിയൻസ് ഇൻ ഹൈസ്കൂൾ അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ ഗവൺമെന്റ് അംഗീകരിച്ച ഹൈസ്കൂളിൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്കും എക്സംഷൻ എന്ന കാര്യം കൂടി, സെറ്റ് എക്സംഷൻ എന്ന കാര്യം കൂടി ഓർത്തിക്കുക. അപ്പോൾ ഇതാണ് ഹയർ സെക്കൻഡറി നിലവാരത്തിൽ വരുന്ന ടീച്ചിങ് പ്രൊഫഷന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കറിയാം ഏതാണ്, ഇനി ഇത് കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ പിന്നെ വരുന്ന കോളേജ് നിലവാരമാണ്. കോളേജ് നിലവാരത്തിൽ നമുക്കറിയാം എന്താണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ വിത്ത് 55% ആണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് വെച്ചാൽ ബിരുദാനന്തര ബിരുദം, MA, MSc, MCom. ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം. അതിന്റെ കൂടെ 55%. ഹയർ സെക്കൻഡറി നമ്മൾ പറഞ്ഞ 50% ആണ്. കോളേജ് നിലവാരത്തിനാണെങ്കിൽ 55% മാർക്ക് വേണമെന്ന്. പ്ലസ് അതിന്റെ കൂടെ എന്ത് വേണം, നെറ്റ് എന്ന് പറയുന്ന എക്സാം, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ നടത്തുന്ന ഓരോ സംസ്ഥാനങ്ങളും ഓരോ സംസ്ഥാന കോളേജുകളിലെ ലെക്ചർഷിപ്പിന് കൊടുക്കുന്ന ഒരു ടെസ്റ്റ്, നമ്മൾ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, കേന്ദ്ര ഗവൺമെന്റ് ആണ് നെറ്റ്. അതുപോലെ സംസ്ഥാനങ്ങൾ നടത്തുന്ന സ്ലെറ്റ് എക്സാം വരുന്നത് സ്റ്റേറ്റ് ലെവൽ എലിജിബിലിറ്റി ടെസ്റ്റ്. ഈ സ്ലെറ്റ് എന്ന് പറയുന്നത് പാസ്സായാലും മതി, അല്ലെങ്കിൽ നെറ്റ്. ഇതാണ് സംസ്ഥാന നിലവാരത്തിൽ നമ്മൾ കോളേജുകൾക്ക് അല്ലെങ്കിൽ കോളേജ് ലെക്ചർ പോസ്റ്റിന് വരുന്ന ഒരു യോഗ്യത എന്നത്. അപ്പൊ നെറ്റ് ആണെങ്കിൽ, നെറ്റ് പാസ്സാണെങ്കിലും ഓൾ ഇന്ത്യ നിലവാരത്തിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം. അതല്ലെങ്കിൽ സ്ലെറ്റ് ആണെങ്കിൽ അത് കൺസേൺഡ് സ്റ്റേറ്റുകൾക്ക് മാത്രമായിരിക്കും എന്നത്. പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള പോസ്റ്റാണ് പിന്നീട് യൂണിവേഴ്സിറ്റി നിലവാരത്തിൽ വരുന്നത്. യൂണിവേഴ്സിറ്റി നിലവാരത്തിൽ വരുന്ന അസിസ്റ്റന്റ് പ്രൊഫസറിന് വരുന്നത് PhD നിർബന്ധമാണെന്ന്. അതിൽ ചില മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. PhD വേണമെന്നാണ് പറഞ്ഞത്. അപ്പൊ നെറ്റ് എന്ന് ഓർക്കുക. ഇനി നെറ്റിനും എക്സംഷൻ എന്ന് പറയുന്നത് PhD ആണ്. PhD അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് എക്സംഷൻ ആണ് കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇതാണ് പൊതുവെ ഈ ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്ന രീതി. അപ്പൊ അതിൽ LP നഴ്സറി ടീച്ചേഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, LP ടീച്ചേഴ്സ്, UP ടീച്ചേഴ്സ്, അത് കഴിഞ്ഞാൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, അത് കഴിഞ്ഞാൽ കോളേജ് നിലവാരത്തിൽ, യൂണിവേഴ്സിറ്റി നിലവാരത്തിലുള്ള ടീച്ചേഴ്സിന് വേണ്ട യോഗ്യതകളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതാണ് ഈ വളരെ 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 പ്രധാനപ്പെട്ട വളരെ നല്ലൊരു പ്രൊഫഷനാണ് ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പൊ സമൂഹത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള, റെപ്യൂട്ടഡ്, ഹൈലി സാലറി ആയിട്ടുള്ള, അട്രാക്റ്റീവ് സാലറി ഉള്ള ഒരു പ്രൊഫഷൻ കൂടിയാണ് ടീച്ചിങ് എന്ന്. അപ്പൊ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ജെന്യൂൻ ആയിട്ട് സ്കിൽ ഉണ്ടെങ്കിൽ, അറിവ് സമ്പാദിക്കാനും അറിവ് പകർന്നു കൊടുക്കാനുള്ള താല്പര്യം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ജോബാണ് ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാ അറിവുകളും പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ 9846298093 എന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്താൽ അതിന് മറുപടി നൽകുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നല്ല ടോപ്പിക്കുമായി, നല്ലൊരു ജോബ് പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ പറയുന്നതിന് മുന്നേ, ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഈ വീഡിയോ ഗുണകരമാവും എന്ന് തോന്നുന്ന വേണ്ടപ്പെട്ട ആളുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുകയാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും